കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിൽ വന്ദനം. നമുക്ക് ഇന്ന് സ്നാനം എന്താണെന്നുള്ളതിനെ പറ്റി നോക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞു, സ്നാനം എന്ന വിഷയം ലുദിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് ഒരു സാഗരം പോലത്തെ ഒരു വിഷയമാണ്. നമുക്കൊരു പാർട്ട് കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് സ്നാനം എന്താണ്, എന്തിനാണ് സ്നാനം, ആരാണ് സ്നാനം ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാം. ആദ്യമായി നമുക്ക് എന്താണ് സ്നാനം എന്നുള്ളത് ആലോചിക്കാം. അതിന് റോമർ 6:3-6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ ശരിക്കും സ്നാനം ഏറ്റവരോടാണ് സംസാരിക്കുന്നത്. എങ്കിലും സ്നാനം ഏൽക്കാത്തവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ നല്ല രീതിയിൽ കിട്ടും. എന്തിനാണ് സ്നാനം എന്നിവിടെ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ ആണ് സ്നാനമേൽക്കുന്നത്, പങ്കാളിയാകുവാൻ. അടുത്തൊരു പ്രധാന വിഷയം, ഞാൻ പറയുമ്പോൾ, ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇത് വളരെ എലാബറേറ്റ് ആയിട്ട് ഒരു പ്രസംഗ വിഷയം പോലെയല്ല സംസാരിക്കുന്നത്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്, വളരെ ചെറിയ തലത്തിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന തലത്തിൽ സംസാരിച്ച് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് മരിക്കുക മാത്രമല്ല ചെയ്തത്, മരിച്ചു, എന്നാൽ 3-ാം ദിവസം ഉയർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചു ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ഏകീഭാവനമാണ് നടക്കുന്നത്. ക്രിസ്തുവിന്റെ മരണവും അതിനുശേഷമുള്ള 3-ാം ദിവസത്തിന്റെ ഉയർപ്പും, ഈ രണ്ട് പ്രക്രിയകളും നടക്കുന്നതിന്റെ ഒരു ഏകീഭാവനമാണ് ഒരു വ്യക്തി താൻ സ്നാനപ്പെടുന്നതായിട്ട് റിസംബിൾ ചെയ്തിരിക്കുന്നത്. ക്രിസ്തു കടന്നുപോയ ആ ഭാവത്തിൽ ഏകീഭവിക്കുകയാണ്. ക്രിസ്തു മരിച്ചതിനു ശേഷം ഉയർത്തു. അതുതന്നെയാണ് ഈ സ്നാനത്തിലൂടെ നടക്കുന്നത്. അതായത് സ്നാനപ്പെടുന്നിടം വരെയും ഒരു പഴയ മനുഷ്യനാകുന്നു, സ്നാനത്തിന് ശേഷം ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യം നമുക്ക് ചിന്തിക്കാം. ഈ സ്നാനത്തിന്റെ വിഷയം പറയുമ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഇതെന്തോ ഒരു സഭ ചെയ്തിരിക്കുന്ന നിയമം പോലാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും സഭയുടെ നിയമമല്ല, ഇത് ദൈവം പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ്മെന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി 28:19, മാത്യൂസ് 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉദ്ദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. കർത്താവ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ട് പോകുന്ന കാര്യമാണ്, സകല ജാതികളോടും സുവിശേഷം അറിയിച്ച് അവരെ സ്നാനപ്പെടുത്തൂ എന്നാണ് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം, ശരിക്കും ഈ സ്നാനം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് സ്വർഗരാജ്യം കിട്ടുന്നത്? ഒരിക്കലും സ്നാനം കൊണ്ട് മാത്രം സ്വർഗരാജ്യം കിട്ടുന്നില്ല. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം സ്വർഗരാജ്യം കിട്ടും എന്നുള്ളത്. സ്നാനം എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞതുപോലൊരു കമാൻഡ്മെന്റ് മാത്രമാണ്. അത് ദൈവം പറഞ്ഞിരിക്കുന്നു, നമ്മൾ അതിനെ അനുസരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ പിതാവ് അല്ല നമ്മുടെ പേരൻസ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അനുസരിക്കുന്നുവോ അപ്രകാരം തന്നെ നമ്മുടെ ഭൂമിയിലുള്ള പേരന്റ് അല്ല, അതിന് മുകളിലുള്ള നമ്മുടെ സൃഷ്ടിതാവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന മാത്രമാണ് ഈ സ്നാനം എന്ന് പറയുന്ന പ്രക്രിയ. എന്നാൽ അത് വേണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വേണം. കാരണം അത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിതാവാ. നമ്മളത് കേൾപ്പാനും അനുസരിപ്പാനും ബാധ്യസ്ഥതയുള്ളവരാണ്. അത് പല ആൾക്കാരും അതുപോലെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഞങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നു, ഞങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് ഇനി സ്നാനത്തിന്റെ ഒരു ആവശ്യം? നമുക്ക് വചനത്തിൽ ചിന്തിക്കാം, ആരാണ് സ്നാനപ്പെട്ടതെന്ന് ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അതിനെ വിലക്കി, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു.
ഇത് മറ്റാരുടെയും ജീവിത ചരിത്രമല്ല, ഇത് യഹോവയാം ദൈവം കർത്താവിന്റെ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നോടിയായി ലോകത്തിലുള്ള സർവ്വ ജനങ്ങൾക്കും, അതായത് ലോകാവസാനം വരെയുമുള്ള ജനങ്ങൾക്കും ഉത്തമ മാതൃകയായിട്ട് ഇനിയും തൻ്റെ സമൂഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഏത് സമൂഹത്തിനെക്കാട്ടിലും ഏറ്റവും ടോപ്പ് ലെവൽ മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, അവരെ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ക്രിസ്തു ജനിച്ചു. ആ ക്രിസ്തു വരെ സ്നാനപ്പെടുകയാണ്. യോഹന്നാൻ സ്നാപകനാൽ താൻ സ്നാനപ്പെടുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അത് പ്രമാണിക്കുന്നത് ഉചിതം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ആരാണ് സ്നാനപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9:18. ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനെ അനന്യാസ് സ്നാനപ്പെടുത്തുന്നു. പൗലോസും നമുക്കറിയാം ഏത് വലിയ തലത്തിൽ നിന്ന ആളാണ്. അദ്ദേഹം ക്രിസ്തുവിനോട് ചേരുന്നതിന് മുന്നേ, ക്രിസ്തു അദ്ദേഹത്തെ പിടിക്കുന്നതിന് മുൻപ് എന്തുമാത്രം ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പ്രവർത്തിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വചനം വായിക്കുമ്പോൾ അതിനകത്ത് കാണാം. എന്നാൽ ആ വ്യക്തിയും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ചില ചലഞ്ചസിൽ കൂടെ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം, ആ ചലഞ്ചസിൽ കൂടെ ഒക്കെ പോയി തൻ്റെ ഹൃദയം ദൈവത്തിന്, യേശുവിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്തിരിക്കുന്ന അടുത്ത പ്രോസസ്സ് ഈ പറയുന്ന ബാപ്റ്റിസമാണ്. താൻ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അനന്യാസ് തന്നെ, ദൈവം അനന്യാസിനെ കൽപ്പിച്ചയച്ചു പൗലോസിനെ സ്നാനപ്പെടുത്തുവാൻ. അതുപോലെ അടുത്തൊരു പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ആരാണ് സ്നാനപ്പെടേണ്ടത്? ഇനിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ ചില പ്രത്യേക വിഷയങ്ങളിൽ ഈ 1-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങളല്ല പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. കാരണം നമുക്കറിയാം, ശിശുക്കളെയൊക്കെയും സ്നാനപ്പെടുത്തുന്നു, എല്ലാവരും ആ ഒരു തലത്തിലെ സ്നാനത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ വചനം പറഞ്ഞിട്ടുള്ള കൽപ്പന ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റിപ്പൻറ്റൻസ് ഉള്ള ഹൃദയങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം തലേതൊട്ടപ്പനുണ്ട്. ഈ മധ്യസ്ഥത വഹിക്കുന്നത് തലേതൊട്ടപ്പനാണ്. കുട്ടിയുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് തലേതൊട്ടപ്പൻ. നമുക്ക് വ്യക്തമായിട്ടറിയാം, നമ്മൾ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ, നമ്മൾ ഭൂമിയിലോട്ട് വന്നത് ഒറ്റയ്ക്കാണ്, തലേതൊട്ടപ്പൻ്റെ കൂടെ അല്ല വന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. നമ്മൾ കടന്നു പോകുന്നതും അതുപോലെ തന്നെ. കാരണം ഓരോ ആത്മാവും ദൈവത്തിന് വിലപ്പെട്ടതാണ്, ദൈവത്തിന് പ്രഷ്യസാണ്. അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, ആദാമ്യ പാപം ശിശു ജനിക്കുമ്പോൾ തൊട്ട് തന്നെ പാപിയായി തന്നെ ജനിക്കുന്നു. എന്നാൽ അവൻ വളർന്നു വരുന്നു, അവൻ മനസ്സിലാക്കുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കി നല്ലതിനെയും തീയതിനെയും വിവേചിച്ച് ആ നല്ലതിനെ മുറുകെ പിടിച്ച് തീയതിനെ വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുമ്പോൾ ആ സമയത്താണ് ആ സ്നാനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കേണ്ടത്. ആ റിപ്പൻറ്റൻസ് ആ പ്രായത്തിലാണ് നടക്കേണ്ടത്. അത് എപ്പോൾ താൻ മനസ്സിലാക്കുന്നുവോ ആ സമയത്താണ് ആ സ്നാനം എന്ന പ്രോസസ്സിലേക്ക് കടന്നു പോകേണ്ടത്. അത് ഭയങ്കര വാല്യൂ ഉള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞുപോയി. അതായത് ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്ന് പിന്നീട് വന്നപ്പോൾ സഭകൾക്കുണ്ടായ, അതായത് മാൻമേഡ് സഭകൾക്കുണ്ടായ, ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആദ്യ നാടുകളിൽ കർത്താവ് എന്താണോ ആലോചിക്കുന്നത് അതൊന്നുമല്ല ഇന്നത്തെ സഭകളിൽ നടക്കുന്നത്. ക്രിസ്ത്യൻ സഭകൾക്കകത്ത് വചനം പറഞ്ഞതിന് വിരോധമായിട്ട് ഒരുപാട് ഒന്നാമത്തെ കാര്യം, വിവേചനം ഇല്ലാതായിപ്പോയി. വചനം എന്തനുശാസിക്കുന്നു അതിൽ നിന്ന് വിട്ടുപോയി. ആദിമ നാളുകളിലെ സഭയിൽ കർത്താവ് എന്താണ് പറഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയത്, അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വളരെ വിദൂരത്തിലാണ് നിൽക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നതിൽ നിന്ന് വളരെ വിദൂരത്തിൽ നിന്ന്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല പറഞ്ഞത്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി നല്ല ഇന്റൻഷനിൽ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവരും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടേതായ തീരുമാനങ്ങളിലും സഭാ നിലവാരങ്ങളിലും ഒക്കെ തീരുമാനങ്ങൾ എടുത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ വചനത്തിനകത്ത് വ്യക്തമായിട്ട് ദൈവം പറയുന്നത് മാനസാന്തരം വരുന്നവർക്കുള്ളതാണ് സ്നാനം എന്ന് പറയുന്നത്. ജനിക്കുന്ന ശിശുവിനെ സംബന്ധിച്ച് ശിശുവിന് മാനസാന്തരം വരുന്നുണ്ടോ? അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം. ഇന്നത്തെ നമ്മുടെ ഈ ചിന്ത ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഈ വാക്കുകൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ സ്നാനത്തിന്റെ വിഷയങ്ങളെ തെറ്റി തന്നെ ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.